Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. അസ്സലാമു അലൈക്കും. ഖത്തറിൻ്റെ നേർചിത്രം അതാണ് ദോഹ സ്റ്റോറീസ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദോഹ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആതുര സേവന മേഖലയിൽ ഖത്തറിലെ സ്വദേശികളുടെയും വിദേശികളുടെയും പ്രധാന ആശ്രയമാണ് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ. ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി HMCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ മഹത്തരമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒത്തിരി മലയാളികളുമുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനിയായ തൃശൂർ ഒരുമനിയൂർ സ്വദേശി ഡോക്ടർ അബ്ദുൾ റഷീദിൻ്റെയും ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെയും പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. പ്രവാസികൾക്കായി ആതുര സേവന രംഗത്ത് ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഒട്ടേറെ ആശ്വാസമേകുന്ന ഹോസ്പിറ്റലാണ് ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഹാർട്ട് ഹോസ്പിറ്റൽ. ഹൃദയസ്തംഭനം ഉണ്ടായ രോഗികളെ റിസസിറ്റേറ്റ് ചെയ്ത് ഹാർട്ട് അറസ്റ്റ് ചെയ്യാനും അതോടൊപ്പം എക്മോയിൽ സപ്പോർട്ട് ചെയ്യാനുമെല്ലാം ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും ചെയ്യുന്ന സേവനം മാതൃകാപരമാണ്. ചെയർമാനായ ഡോക്ടർ അബ്ദുൽ അസീസ് മേൽനോട്ടത്തിൽ മലയാളി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. Cardiothoracic department at the Heart Hospital, which is part of Hamad Medical Corporation, was opened in 2011. Within our department, we have cardiac surgeons, which are surgeons who deal with the heart. We have thoracic surgeons, who deal with the lung and the chest. We have anesthetists who are specialized in anesthetizing those patients who will undergo lung or heart surgery. We have intensivists who specialize in looking after those patients after the surgery, because after the surgery the patients require a lot of intensive care. And we also have ward nurses who can deal with those patients following their surgery. So we have by and large a fairly well balanced and complementary set of services within our department. HMCയുടെ ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർമാരിൽ പ്രധാനിയാണ് മലയാളിയായ ഡോക്ടർ അബ്ദുൾ റഷീദ്. ഇവിടുത്തെ കാർഡിയാക് തൊറാസിക് ICU ഡയറക്ടറും അനസ്തീഷ്യ ഹെഡുമാണ് അദ്ദേഹം. തൃശൂർ ഒരുമിനിയൂർ സ്വദേശിയായ അദ്ദേഹം 16 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടുത്തെ കാർഡിയോ തൊറാസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ വന്ന കാലത്ത് 2003 ഞാൻ വന്ന കാലത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എൻ്റെ MDയും സൂപ്പർ സ്പെഷ്യാലിറ്റിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് വരുന്ന രോഗികളെ ചികിത്സിക്കുന്ന കാർഡിയോതൊറാസിക് ICUവിൽ രോഗിയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമാവുകയാണെങ്കിൽ ആ രോഗിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. രോഗിയുടെ ഹൃദയത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കുറേ മരുന്നുകൾ കൊടുക്കും. ആ മരുന്നുകൾ തുടർച്ചയായി നമ്മൾ ഹൃദയത്തിലേക്ക് നേരിട്ട് കൊടുക്കുവാൻ നമുക്ക് സെൻട്രൽ വീനസ് കത്തീറ്റർ എന്ന് പറഞ്ഞ ഒരു കത്തീറ്റർ ഉണ്ട്. അതിലൂടെ നമ്മൾ നേരിട്ട് കൊടുക്കുന്നു. മരുന്നുകൾ കൂട്ടുന്നു. ഹൃദയത്തിൻ്റെ പ്രഷർ കൂട്ടാൻ, പിന്നെ പ്രഷർ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂട്ടാൻ കുറയ്ക്കാൻ, അങ്ങനെ പല മരുന്നുകളൊക്കെ കൊടുക്കുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറഞ്ഞ ഒരു കത്തീറ്റർ, ഒരു ബലൂൺ വികസിപ്പിക്കുന്ന ഒരു കത്തീറ്റർ നമ്മൾ രോഗിയുടെ മഹാധമനിയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു 2ാം ദിവസത്തിൽ രോഗിയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് മഹാധമനിയിലേക്ക് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പിന് ഏതാണ്ട് 30,000-40,000 രൂപ ചിലവ് വരും. അപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ ചിലവ്
രോഗി തന്നെയാണ് വഹിക്കേണ്ടത്. ഓപ്പറേഷൻ കഴിഞ്ഞ 2 ദിവസമായി. അപ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ സംഭവിക്കുന്ന രോഗിയുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമാവുന്നത് ചിലപ്പോൾ ഒരു പാതിരാത്രിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം രോഗിയുടെ ബന്ധുക്കളുമായി, മിക്കവാറും രോഗിയുടെ ഭാര്യയായിരിക്കും, ഭാര്യയുടെ കൂടെ അവരുടെ ചിലപ്പോൾ ഒരു കൊച്ചുമകനോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ രോഗിയുടെ ഭാര്യയുമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമാവുകയാണ്, ഈ ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് മഹാധമനിയിലേക്ക് ഇടണം, അതിനൊരു 30,000-40,000 രൂപ ചിലവ് വരും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മതം നിങ്ങൾ തന്നെങ്കിൽ മാത്രമേ, ഇതിൻ്റെ കാശ് നിങ്ങൾ കാഷ്യറുടെ അടുത്ത് പോയി അടച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഇടാൻ പറ്റുകയുള്ളൂ. ഇത് നിങ്ങളൊരു അടുത്തൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമാകുന്നു. ഈ കാര്യം നമ്മൾ ഈ രോഗിയുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ഭാര്യയോട് തന്നെ നമ്മൾ പറയുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഭാര്യയുടെ മുഖത്ത് കാണുന്ന ആ ധർമ്മസങ്കടം, അതായത് അവർ ചിലപ്പോൾ അവരുടെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടായിരിക്കും അവരൊരു ബൈപ്പാസ് ഓപ്പറേഷന് വന്നിട്ടുണ്ടാവുക. ഏതാണ്ട് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അതിന് ചിലവാക്കിയിട്ടുണ്ടാവും. ഇനി കൂടുതലായിട്ടൊരു 30,000-40,000 രൂപ ഉടനെ തന്നെ അടച്ച് രോഗിക്ക് ഒരു ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് ഇടുക എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന, അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ധർമ്മസങ്കടം, അത് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെല്ലാം കുറേ നാളുകൾ അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു ഗവൺമെൻറ് ആശുപത്രിയാണ്. ഖത്തർ ഗവൺമെൻറ് പൂർണ്ണമായും ഫണ്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രി. ഇവിടെ ഞാൻ കാർഡിയോതൊറാസിക് ICU ഇൻചാർജായി വന്നതിന് ശേഷം ഞാൻ ആദ്യമായി അനുഭവിക്കുന്ന ആ ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു രോഗി ICUവിൽ വെച്ച് മോശമായി കഴിഞ്ഞാൽ ഒരു ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് ഇടണമെന്നുണ്ടെങ്കിൽ, ഇടണം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഞാനത് ഇടുകയാണ്. അവിടെ രോഗിയുടെ ബന്ധുക്കളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അതായത് രോഗിയുടെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് രോഗിയുടെ ചികിത്സയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. 30,000 ആകട്ടെ 3 ലക്ഷമാകട്ടെ എന്ത് ചിലവുമാകട്ടെ, ഇവിടെ കാർഡിയോതൊറാസിക് ICUവിലുള്ള എല്ലാ ചികിത്സയും ഫ്രീ ആണ്. അപ്പോൾ രോഗിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ചികിത്സ തന്നെ നമുക്ക് കൊടുക്കുവാൻ കഴിയും. അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും രോഗിക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പാവപ്പെട്ട വീട്ടുകളിലും ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ ചെയ്താൽ ചിലപ്പം വിസ അടിച്ചിട്ടുണ്ടാവില്ല, ഭീമമായ സംഖ്യ ഇവർക്ക് ചിലവ് വരും. അപ്പോൾ അത് ഇവരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല, ഇവർക്ക് സഹായിക്കാൻ ഇവിടെ ആളുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളത് ഇവിടുന്ന് തന്നെ ഈ ഡോക്ടർമാരാണ്, ഇവിടെയുള്ള ഖത്തറി ഡോക്ടർമാർ, പിന്നെ ഈ സർജറി ചെയ്യുന്ന ഡോക്ടർമാരോടെല്ലാം പറഞ്ഞിട്ടാണ് അവരാണ് സഹായിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മാസം തന്നെ ഒരു പേഷ്യൻ്റ് ഇവിടെ വന്ന്, അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് മലപ്പുറത്തുള്ള പേഷ്യൻ്റാണ്, ഒരു ടാക്സി ഡ്രൈവറാണ്, കാശൊന്നുമില്ല. അങ്ങനെ നാട്ടിൽ നിന്ന് വാപ്പ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ സംഗതി, അങ്ങനെ ഇവിടുന്ന് ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറോട് തന്നെ കാര്യം പറഞ്ഞപ്പോൾ ആ മുഴുവൻ ചിലവും ആ ഡോക്ടറാണ് വെച്ച്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡോക്ടർമാർ ഇവിടുന്ന് ഇവിടെയുള്ള ഖത്തറി ഡോക്ടർമാർസ് ഈ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. So here we have some of the members of our cardiothoracic ICU team. Explain something about cardiothoracic ICU. Okay, so it is a 12-bedded intensive care unit designed only for to take care of the cardiac cases after surgery. So we do care of all kinds of cardiothoracic surgery, including routine coronary artery bypass graft, valvular surgery, aortic dissection surgeries, plus ECMO and LVAD. So these are the kinds of surgeries that we are taking care. This is a highly challenging field. We do expect a lot of complication in the immediate post-operative days as well as in the remote days. But we do our best in order to take our patient to the next level. ഡോക്ടർമാരെ പോലെ തന്നെ
നഴ്സുമാരുടെ സേവനം വിസ്മരിക്കാൻ കഴിയില്ല. അവരുടെ അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം പല രോഗികൾക്കും സ്വന്തം അപകടനില തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അധികം കാർഡിയാക് പേഷ്യൻസ് വരുന്നുണ്ട്. മിനിമം നമുക്ക് കേസസ് വീക്കിലി ഒരു 10 to 12 കേസസ് നമുക്ക് വരുന്നുണ്ട്. കാർഡിയാക് സർജറി പേഷ്യൻസ് എല്ലാം നല്ല കെയറാണ് കിട്ടിയിട്ട് ഇവിടുന്ന് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ട്രാൻസ്ഫർ ആകാനും ഡിസ്ചാർജ് ആയിട്ടും പേഷ്യൻസ് ഇവിടുന്ന് പോകുന്നുണ്ട്. അത്രയും നല്ലൊരു സർവീസാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്പൺ ഹാർട്ട് ആൻഡ് വാൾ കേസസ്, അയോർട്ടിക് ഡൈസെക്ഷൻ, ഓൾ കാർഡിയക് റിലേറ്റഡ് കേസസ് ഇവിടെ ഈ ICUലാണ് വരുന്നത്. ഇവിടെ 24 hours കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി എഡ്യൂക്കേറ്റഡ് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ് ഇവിടെ. ദെൻ എല്ലാ പ്രവാസികൾക്കും ലൈക്ക് വാലിഡ് ഖത്തർ ID ഉള്ള എല്ലാ പ്രവാസികൾക്കും ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന പല ചികിത്സകളും സൗജന്യമായാണ് HMC ഹാർട്ട് ഹോസ്പിറ്റൽ ചെയ്യുന്നത്. ഉദാഹരണമായി പ്രതിദിനം ലക്ഷക്കണക്കിന് ചിലവ് വരുന്ന എക്മോ പോലെയുള്ള ചികിത്സാ രീതികൾ തികച്ചും സൗജന്യമായി ഇവിടെ ചെയ്യുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം പ്രവാസികൾക്കും ഈ സേവനങ്ങളെക്കുറിച്ച് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹൃദയാരോഗ്യ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള HMC ഹാർട്ട് ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ഖത്തറിലെ പ്രവാസികൾ ബോധവാന്മാരാകേണ്ടതിൻ്റെയും അവ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിൻ്റെയും ആവശ്യകത വളരെ പ്രാധാന്യമർഹിക്കുന്നു. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Carmel Group, one of the leading transportation and equipment rental company in Qatar. We also deal with construction materials and waste management systems. To know more about us, log into our website carmel.org. Five-star hospitality redefined at an affordable price in the heart of Doha City. The Avenue, a Moab Hotel, Doha, Qatar. Your downtown hotel. Log on to www.avenuedoha.com. ഇത് മോഹൻലാൽ ഗുരുദാസ്. ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഹാർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കാരുണ്യത്താൽ ജീവിക്കുന്ന പഞ്ചാബിയായ പ്രവാസി. ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലായ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 2008 എൽവാഡ് എന്നൊരു ഉപകരണം ഘടിപ്പിച്ചു. വെറും 5 വർഷം മാത്രം കാലാവധിയുള്ള ഈ ഉപകരണം ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള ഒരു താൽക്കാലിക ഉപകരണം മാത്രമാണ്. HMC ഹാർട്ട് ഹോസ്പിറ്റൽ എല്ലാം സൗജന്യമായി ചെയ്തു കൊടുത്തു. ചെയർമാനായ ഡോക്ടർ അബ്ദുൽ അസീസ് അൽ കുലൈബിയുടെ അതീവ ശ്രദ്ധയും പ്രത്യേകമായ പരിഗണനയും ഈ രോഗിക്ക് ലഭിച്ചു. This particular patient has now become one of the longest survivors with this pump. But we also think that because of his young age, he will be served far better by heart transplantation. He comes from India, as you said, and India is a much bigger country with bigger resources, and we hope that by talking to you today and talking to to your channel, and hopefully our voice will reach India, that somebody in India would help this man in order to undergo cardiac transplantation. I have some contacts in India, and I know that cardiac transplantation is very possible. Qatar's population is only a very, very small fraction of the population of India.
So our resources when it comes to cardiac transplantation are very limited. But India has the resources. So if anybody is out there listening, this patient of ours who's being kept alive on a pump, and he's walking around, he's working, he's doing his normal life, would be served better by cardiac transplantation. We very much hope that you can help him in India. എൽവാഡ് എന്ന ഈ ഉപകരണം ഒരു റീചാർജബിൾ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. മോഹൻലാൽ ഗുരുദാസ് പഞ്ചാബിലെ ജലന്ധറിലുള്ള പത്താർകലാം വില്ലേജിലാണ് താമസം. നിർധനനായ ഈ പാവം മനുഷ്യൻ്റെ വീട്ടിൽ വൈദ്യുതി പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഹൃദയത്തോട് ഘടിപ്പിച്ചിരിക്കുന്ന എൽവാഡ് എന്ന ഉപകരണം റീചാർജ് ചെയ്യാനുള്ള സംവിധാനവും വീട്ടിലില്ല. അതിനാൽ ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കാരുണ്യത്താലും HMC ഹാർട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിചരണത്താലും ഖത്തറിൽ തന്നെയാണ് ശ്രീ മോഹൻലാൽ ഗുരുദാസ് താമസിക്കുന്നത്. मैं तो अभी इधर दोहा में जब से आया हूँ, मैं पहले थोड़ा टाइम सही काम किया है. उसके बाद में 2000 में मेरे को ये प्रॉब्लम हुआ, मैं बीमार हुआ. डॉक्टर लोग इधर अहमद हॉस्पिटल मेरा बहुत हेल्प किया है और मेरे को 8 साल तक वो लोग दवाई दे के देखा है, वो कोई हार्ट का फ़ायदा नहीं हुआ था. उसके बाद में ये मेरा मशीन लगा है, ये बैटरी पे चलता है. इसके लिए बिजली बहुत ज़रूरी है. मैं घर में जाता हूँ तो बिजली का मुश्किल है और उसके बाद में मैं चाहता हूँ कि मेरा ऑपरेशन हो के हार्ट ट्रांसप्लांट, डॉक्टर बोलता अभी हार्ट ट्रांसप्लांट करना पड़ेगा. मैं अभी मेरा एज जो है मेरा 59 हो गया है. 59 1 साल के बाद में इधर वीज़ा नहीं लगेगा. 60 साल के बाद वीज़ा नहीं मिलता है और वीज़ा नहीं मिलेगा तो मेरे को घर जाना पड़ेगा. घर में मशीन लगा के जा नहीं सकता हूँ. मैं तो यही सब लोगों से हाथ जोड़ के बेनती करता हूँ, भाई मेरा हेल्प कीजिए. ഈ പുള്ളിയുടെ ട്രാൻസ്പ്ലാന്റിന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 30 to 40 lakhs റുപ്പീസ് ഇന്ത്യൻ റുപ്പീസാണ് വേണ്ടി വരിക. ഇത്രയും വലിയൊരു സംഖ്യ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ഫാമിലി അല്ല പുള്ളി. വളരെ 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 കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ആകെയുള്ള ഏണിംഗ് മെമ്പറാണ്. 3 പെൺകുട്ടികളും ഒരു മകനും ഉൾപ്പെട്ട ഒരു വലിയ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മനുഷ്യനാണ്. എന്നും ഞങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൂപ്പുന്ന ഈ മനുഷ്യനെ കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്കോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോ പറ്റില്ല. ദയവ് ചെയ്ത് നമ്മളെല്ലാവരും കൈകോർത്താൽ ഈ മനുഷ്യനെയും നമുക്ക് രക്ഷിക്കാൻ പറ്റും. പത്തര വർഷമായിട്ട് ഇങ്ങനെ ഈ ഒരു പമ്പുമായിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഒരു വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ. പക്ഷേ ഇത്തരം പമ്പുകൾക്കെല്ലാം ഇപ്പം നമ്മളൊരു കാർ എടുക്കുക, ആ കാറിനൊരു വാറണ്ടി പീരീഡ് ഉണ്ടാവും. ആ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ആ കാറിൻ്റെ പല സ്പെയർ പാർട്സിനും പിന്നെ ആ കമ്പനി വാറണ്ടി കൊടുക്കുകയില്ല. അതുപോലെ തന്നെ ഒരു 10 വർഷമായിട്ടുള്ള ഈ ഹാർട്ട്മേറ്റ് 2 എന്ന് പറഞ്ഞ ഈ രോഗിക്ക് നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു സാധനം ഇപ്പോഴും അത് നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കമ്പനി പോലും അതിന് ഇനി ഒരു ഗ്യാരണ്ടി കൊടുക്കുകയില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ പമ്പിൻ്റെ പ്രവർത്തനം മോശമാവുകയും ആ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Al Kharif Trading and Contracting, your dependable service partner in Qatar. We deal with supply of
heavy equipments, container transport, manpower supply, and more. For best quality services, Al Kharif Trading and Contracting, Alco. Contact 5027 6464 5533 1361. Email salesalkharif@gmail.com. Otis, the trendsetter, now available at major hypermarkets and supermarkets in Qatar. ഏഴ് വർഷമായി നാട്ടിൽ പോയിട്ടില്ലാത്ത അദ്ദേഹത്തിന് ഇപ്പോൾ 59 വയസ്സുണ്ട്. പക്ഷേ CDC എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന മോഹൻലാൽ ഗുരുദാസിന് ഖത്തറിലെ നിയമപ്രകാരം 60 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. നാട്ടിൽ പോവുകയല്ലാതെ വേറെ നിവൃത്തിയുമില്ല. 5 വർഷം കാലാവധിയുള്ള എൽവാഡ് എന്ന ഉപകരണവുമായി 10 വർഷം ജീവിച്ചത് തന്നെ മഹാത്ഭുതം. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ, അതായത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകും. ഖത്തറിലെ ഹാർട്ട് ഹോസ്പിറ്റലിൽ അതിനുള്ള സംവിധാനം ഇല്ലതാനും. 40 ലക്ഷത്തോളം ചിലവ് വരുന്ന ഈ ചികിത്സ നാട്ടിൽ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിനില്ല. This case was done 10 years back. This all is possible because of our chairman, Dr. Abdulaziz Al Khulafi, and this patient has been living with this LVAD for more than 10 years. So we request everyone should help him from India to get his transplant done in India. ഞാൻ കാർഡിയാക് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിയോതെറാപ്പി സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്. മോഹൻലാലിൽ എൽവാഡ് ട്രീറ്റ്മെൻറ്റിന് ശേഷം കാർഡിയാക് റീഹാബിലിറ്റേഷൻ എന്ന റീഹാബിലിറ്റേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഈ വളരെയധികം നോർമൽ ലിവിങ്ങിൽ അദ്ദേഹം ഇപ്പോൾ കഴിയുകയാണ്. ഒരുപക്ഷെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിയുകയാണെങ്കിൽ കുറേ നാൾ അദ്ദേഹത്തിന് ആരോഗ്യവാനായിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. കാർഡിയാക് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ നല്ല എക്സസൈസും നല്ല പരിപാടികളും കൊണ്ടാണ് പുള്ളിയുടെ ജീവിതം ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ സഹായിക്കുകയും പുള്ളിയുടെ ആവശ്യങ്ങളുമായി ഓരോ സമയവും ഞങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നത് സുബിയാണ്. സുബിക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ നമുക്ക് കേൾക്കാം. മോഹൻലാലിനെ ആക്ച്വലി ഞങ്ങൾ 2008 തൊട്ട് എനിക്കറിയാവുന്നതാണ്. ഞങ്ങൾ കാർഡിയക് സ്റ്റെപ്പ് ഡൗൺ യൂണിറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി തേർഡ് പേഴ്സണാണ് ഈ എൽവാഡിട്ട് പേഷ്യൻ്റ് വന്നപ്പോൾ. അന്ന് തൊട്ട് ഞാൻ അറിയുന്ന പേഷ്യൻ്റാണ്. പുള്ളിക്കാരൻ്റെ എല്ലാ പ്രോബ്ലങ്ങളും എനിക്കറിയാം. 2011 തൊട്ട് പുള്ളിക്കാരൻ കാർഡിയക് റീഹാബിലിറ്റേഷനിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും നമ്മളെക്കായും ഉപരിയായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ എല്ലാ ഫൈനാൻഷ്യൽ ഹെൽപ്പും പുള്ളിക്കാരൻ്റെ നാട്ടിലുള്ള എല്ലാ മകളുടെ കല്യാണത്തിനെല്ലാം ഞങ്ങൾക്ക് ടീമായിട്ട് വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ കേരളീയരാണെങ്കിലും നമ്മൾ ഇന്ത്യയിലെ ഒരു പഞ്ചാബിൽ നിന്നുള്ള ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ കൂടിയാണ് ഒരു ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക്. ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഇന്ത്യൻ എംബസി ICBF നിന്ന് എനിക്കൊരു ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് പേഷ്യൻറ്റിന് വേണ്ടി നൽകുകയുണ്ടായി. അതിലെനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസമായിട്ടുള്ള ഈ പേഷ്യൻ്റ് ജീവിച്ചിരിക്കുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്കും. അതുകൊണ്ട് മോഹൻലാലിനോടും അതിനോടൊപ്പം ഡോക്ടർ സ്മിതയോടും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയൊരു അഭിമുഖം ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ശ്രീ മോഹൻലാൽ ഗുരുദാസിനു വേണ്ടി വർഷങ്ങളായി ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലും ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലും ആരോഗ്യ മന്ത്രാലയത്തിലും ശ്രദ്ധ ചെലുത്താൻ പ്രവാസികളായ മലയാളികൾ പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിനായിട്ട് ഡോക്ടർ സ്മിതയും അതുപോലെ തന്നെ സിസ്റ്റർ സുബിയും മറ്റ് ഒട്ടനവധി സാമൂഹിക പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻറ്റ് ഫോറവും എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതികളിലൊക്കെ അവർ സഹായിച്ചിട്ടുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയമാണ്. അത് 59 വയസ്സെത്തി നിൽക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഖത്തറിൻ്റെ നിയമങ്ങളെല്ലാം നമുക്ക് എല്ലാ പൗരന്മാർക്കും ബാധകമാണ്. 60 വയസ്സിൽ വിസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് 60 വയസ്സിന് ശേഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട്
സമൂഹത്തിലുള്ള എല്ലാ ലോകത്തെമ്പാടുമുള്ള മലയാളികളും പ്രത്യേകിച്ച് മറ്റുള്ള സംസ്ഥാനക്കാരും ഇത് ഒരു അപേക്ഷയായിട്ട് ഈ മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നാട്ടിൽ ഭാര്യയും 3 പെൺകുട്ടികളും മകനും അടങ്ങുന്ന കുടുംബത്തിന് മുഴുവൻ ചുമതലയും ശ്രീ മോഹൻലാൽ ഗുരുദാസിൻ്റെ ചുമലിലാണ്. അദ്ദേഹം നാട്ടിലെത്തിയാൽ അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയയും അത് കഴിഞ്ഞുള്ള പരിചരണവും വളരെ പ്രധാനമാണ്. അതിനായി ഭീമമായ തുകയും ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊരു മാനുഷിക പരിഗണന നൽകി ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുന്നു. സ്വന്തം ജീവന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ കേഴുകയാണ് ഈ പാവം പ്രവാസി. ഖത്തറിൻ്റെ കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways.